നമസ്തേ. നമ്മൾ വിശാരദ ഉത്തരാർദ്ധത്തിലെ ആദ്യത്തെ പേപ്പറിലുള്ള പഞ്ചവടിയിലുള്ള സന്ദർഭ സഹിത വ്യാഖ്യ കീജിയെ അതാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ചന്ദ്രകി ചഞ്ചൽ കിരണീം എന്ന് തുടങ്ങി ഹരിത് തൃണോം കി നോക്കോംസേ എന്ന് വരെയുള്ളതാണ് എഴുതേണ്ടത്. ഇത് മൈഥിലി ശരൺ ഗുപ്തജി എഴുതിയിട്ടുള്ളതാണ് പഞ്ചവടി. वरियोक्त पंक्तियाँ हिंदी साहित्य के अनमोल रत्न मैथिली शरण गुप्त लिखित पंचवटी गंडकाव्य से दी गई है. ഈ വരികൾ മൈഥിലി ശരൺ ഗുപ്തജിയുടെ പഞ്ചവടിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇസ് കവിത മേ ശ്രീരാം അപ്നെ പിതാജി കെ ആജ്ഞാനുസാർ വൻ ജാനെ കെ ലിയെ തയ്യാർ ഹോത്തെ ഹെ. ഈ കവിതയിൽ ശ്രീരാം തൻ്റെ അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് വനത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു. ഉൻകി പത്നി സീത और छोटा भाई लक्ष्मण उसके साथ निकलते हैं. ഭാര്യയായ സീതയും ചെറിയ സഹോദരനായ ലക്ഷ്മണനും കൂടെ പുറപ്പെടുന്നു. വൻ പഹുഞ്ച് കർ പഞ്ചവടി നാമക് സ്ഥാൻ മേ 5 വടവൃക്ഷോം കെ ബീച്ച് കുടിയ ബനാക്കർ രഹനെ ലഗ്തി ഹെ. വനത്തിലെത്തിയതിന് ശേഷം പഞ്ചവടി എന്നു പേരുള്ള ഒരു സ്ഥലത്ത് 5 വലിയ വടവൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു കുടിൽ നിർമ്മിച്ച് താമസിക്കാൻ തുടങ്ങുന്നു. വഹാം കി പ്രകൃതി കാ വർണ്ണൻ ഇൻ പങ്ക്തിയോ മേ കവി കിയ കർത്തേ ഹെ. അവിടുത്തെ പ്രകൃതിയുടെ വർണ്ണനമാണ് ഈ വരികളിലൂടെ കവി നമ്മൾക്ക് കാണിച്ചു തരുന്നത്. വ്യാഖ്യ രാം സീത और ലക്ഷ്മൺ വൻ തക് പഹുഞ്ച് ഗയേ. രാമനും സീതയും ലക്ഷ്മണനും വനത്തിൽ എത്തിച്ചേർന്നു. പർണകുടിമേം രാം और സീത തെ. പർണകുടിയിൽ രാമനും സീതയും മാത്രമാണ് ഉണ്ടായിരുന്നത്. രാത് കോ സുന്ദർ ചന്ദ്രമാക്കി കിരണേം ജൽ തഥാ ദൽമേ കേൽ രഹീതി. രാത്രിയിലെ അസുന്ദരമായ നിലാവിൻ്റെ കിരണങ്ങൾ ജലത്തിലും ഭൂമിയിലും എല്ലാം തന്നെ കളിച്ചുകൊണ്ടിരുന്നു. ചാന്ദിനി ഹർ കഹീം ബിച്ചി ഹുയീതി. നിലാവ് എല്ലാവിടെയും വിരിച്ച് നല്ല രീതിയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. ചാന്ദിനി സെ ബരി ധർത്തി അപ്നി ഖുഷി പ്രകട് കർ രഹി ദി. ആ നിലാവിൽ കുളിച്ചിരുന്ന ഭൂമി വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. പേട് പൗധം ബി മന്ദ് ഹവാസെ ജൂൽ രഹേ ദി. മരങ്ങളും ചെടികളിലും എല്ലാം തന്നെ ആ കാറ്റിൽ ആടിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. വിശേഷത पंचवटी गंडकाव्य की विशेषता कवि श्री मैथिली शरण गुप्त की मधुरमय शब्द है. പഞ്ചവടി ഗണ്ഡകാവ്യത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത് കവി ശ്രീ മൈഥിലി ശരൺ ഗുപ്തിൻ്റെ മധുരമയമായ ശബ്ദമാണ്. പ്രകൃതിക്ക് വർണ്ണന്മേം തോ മൈഥിലി മഹാൻ കവി ഹെ. പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ മൈഥിലി ശരൺ ഗുപ്ത് മഹാനായ ഒരു കവി തന്നെയാണ്. പാഠകോം കെ സാമനെ ചാന്ദിനി കാ മധുരമായ ദൃശ്യ ലാനെ മേ വേ സഫൽ സിദ്ധ ഹുയേ ഹെ. വായനക്കാരുടെ മുന്നിൽ നിലാവിൻ്റെ ആ മധുരമയമായിട്ടുള്ള ദൃശ്യങ്ങൾ കൊണ്ടുവരുന്നതിന് വിജയിയാകാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. രണ്ടാമത്തേത് കോയി പാസ്ന രഹ്നെ പർബി എന്ന് തുടങ്ങി ധീർ ധനുർധർ നയി നയി എന്നുള്ളത് വരെയാണ് ഇതിൽ പറയുന്നത്. ഇത് മൈഥിലി ശരൺ ഗുപ്തിൻ്റെ തന്നെയാണ്. ആ സന്ദർഭം എന്ന് പറയുന്നത് ആദ്യത്തെ വരികളിൽ പറഞ്ഞത് തന്നെയാണ് ഇതിലും എഴുതേണ്ടത്. व्याख्या किसी के पास न रहने पर भी अकेले रह जाने पर भी मनुष्य का मन कभी चुप नहीं रहता. ആരോടെങ്കിലും കൂടെ ഇരിക്കുമ്പോഴോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ മനുഷ്യ മനസ്സൊരിക്കലും മിണ്ടാതെയിരിക്കില്ല. അപ്നെ ആപ്സെ വ ബാത് കർനെ ലഗ്ത. സ്വയം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. യഹ് മനുഷ്യക്ക് മൻ കാ സ്വഭാവം. ഇത് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവമാണ്. യഹ് ബാത്ത് ലക്ഷ്മൺ സെ ബി പരേ നഹി. ഈ കാര്യം ലക്ഷ്മണനും വ്യത്യസ്തമല്ല. ലക്ഷ്മൺ കെ മൻമേ തര തരക്കെ വിചാർ ആനെ ലഗ്തേ ഹെ. ലക്ഷ്മണൻ്റെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വന്നുകൊണ്ടിരുന്നു. വിഭിന്ന വിഷയം കെ ബാരേമേ സോച്ചത്തെ രഹത്തെ ഹെ. ആ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ വിശേഷതയും ആദ്യത്തെ ആ വരികളിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എഴുതേണ്ടത്. 13 വർഷ വ്യതീത് ഹോ ചുക്കേ എന്ന് തുടങ്ങി ഇസ്കെ ബട്ട്കർ കിസ് ധൻ കി എന്ന് വരെയുള്ള വരികളുടെ സാരാംശമാണ് ഇത് എഴുതിയിരിക്കുന്നത് ശ്രീ മൈഥിലി ശരൺ ഗുപ്തജിയാണ്. മൂന്നാമത്തെ കവിതയുടെ വ്യാഖ്യ ലക്ഷ്മൺ സോച്ചത്തെ ഹേ കി ഉൻകെ വൻമേം ആക്കർ 13 വർഷ ബീത് ചുക്കേ ഹേ. ലക്ഷ്മണൻ ചിന്തിക്കുകയാണ് വനത്തിൽ വന്ന് 13 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഐസ ലഗ്രഹ ഹേ കി കൽ ഹി ഹം വൻമേ ആയതേ. ഇന്നലെ വനത്തിൽ വന്നതുപോലെയാണ് തോന്നുന്നത്. ഹമാരെ നിക്കൽത്തെ ഹി പിതാ ദശരഥ് ബേഹോഷ് ഹോ ഗയേതേ. ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുമ്പോൾ അച്ഛൻ അബോധാവസ്ഥയിലായി തീർന്നിരുന്നു. അബി ഹമാരെ വൻവാസ് ജൽദി പൂരാ ഹോ ജയേഗ. ഞങ്ങളുടെ വനവാസം തീരാറായി കഴിഞ്ഞിരിക്കുന്നു. രാജ്യ ലൗട്ട് ജാനെ പർ ബി ശ്രീരാം കി സേവ കർണേ കാ ഭാഗ്യം മുജേ മിൽ രഹേഗ. രാജ്യത്തിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും എനിക്ക് ശ്രീരാമനെ സേവനം ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ലക്ഷ്മണൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഹോത്ത യദി രാജത്ത് മാതൃ ഹി എന്ന് തുടങ്ങി പൂർവഭാവ് ഹി ബാത്തേ ഹേ എന്ന് വരെയുള്ള വരികളുടെ സാരാംശം
വ്യാഖ്യ മൂർക്ക് ജഗത് രാജ്യക്കോ സബ് കുച്ച് മാനത്തെ ഹെ. വിഡ്ഢികൾ ഈ ലോകത്തെ എല്ലാമായി കണക്കാക്കുന്നു. ലേക്കിൻ ഹമേം തോ യ വൻ ഹി അനുകൂൽ ലഗ് രഹാ ഹെ. എന്നാൽ ഞങ്ങൾക്ക് ഈ വനം എല്ലാം അനുകൂലമായിരുന്നു. अगर राज्यत्व मात्र ही हमारे जीवन का लक्ष्य रहता तो हमारे पूर्वज उसे त्याग कर वन का मार्ग क्यों लेते हैं. ഞങ്ങളുടെ ഈ ആഗ്രഹം ഇപ്രകാരമായിരുന്നെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം രാജ്യം മാത്രമായിരുന്നുവെങ്കിൽ പൂർവികർ എന്തിനാണ് അതെല്ലാം ത്യജിച്ചുകൊണ്ട് വനമാർഗത്തിലേക്ക് പോയത്. പരിവർത്തൻ ഹി ഉന്നതി ഹെ. ഈ മാറ്റമാണ് ഉയർച്ച എന്ന് പറയുന്നത്. ഹമാരെ രോസ് ഉന്നതി കർത്തേ രഹത്തെ. നമ്മൾ നിത്യേന ഉയർച്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. മുജേ തോ സരൾ ഭാവ് തഥാ സച്ചായി ഹി അച്ഛേ ലഗ്തേ. എനിക്ക് സരളമായ ഭാവവും കൂടാതെ സത്യസന്ധതയും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായി കഴിയുന്നു. അഞ്ചാമത്തേത് ഗോദാവരി നദി കാ തട് വഹ് എന്ന് തുടങ്ങി ലാലച്ച് ബരെ ലഹ്കാത്തേ ഹേ എന്ന് വരെയുള്ള വരികളുടെ സാരാംശമാണ്. പ്രകൃതി കാ ആനന്ദമയ രൂപ പ്രകട് കർത്തേ ഹുയെ ലക്ഷ്മൺ കർത്തേ ഹെ. പ്രകൃതിയുടെ ആനന്ദമയമായ രൂപം പ്രകടമാക്കിക്കൊണ്ട് ലക്ഷ്മണൻ പറയുന്നു, ഗോദാവരി നദി അപ്നി പ്രസന്നതാക്കോ പ്രകട് കർത്തി ഹുയി കളകൾ കർത്തി താഴ്തേ രഹി ഹെ. ഗോദാവരി നദി തൻ്റെ സന്തോഷത്തെ പ്രകടമാക്കിക്കൊണ്ട് കളകള അരവത്തോടുകൂടി താളം ചവിട്ടുന്നു. പത്തേ ബി നാച്ച് രഹേ. ഇലകളെല്ലാം നൃത്തം ചെയ്യുന്നു. ഫൂൽ അപ്ന സുഗന്ധ ചാരോ മോർ ഫൈലാത്തേ ഹെ. പൂക്കൾ അവരുടെ സുഗന്ധം 4 ഭാഗത്തും പരത്തുന്നു. ചന്ദ്ര और നക്ഷത്ര इस दृश्य को देखने में बहुत इच्छा से चमकते हैं. ചന്ദ്രനും നക്ഷത്രങ്ങളും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി, അതല്ലെങ്കിൽ ആഗ്രഹത്തോടു കൂടി ഇവിടെ മിന്നിത്തിളങ്ങുന്നത് കാണാനായി കഴിയുന്നു. ആറാമത്തേത് ശുഭ സിദ്ധാന്ത് വാക്യ പഠ്തേ ഹേ എന്ന് തുടങ്ങി ആഖർ പാനി പീത്തേ ഹേ എന്നുവരേക്കുമുള്ള വരികളുടെ സാരാംശം. വ്യാഖ്യ कवि लक्ष्मण के द्वारा वन जीवन के बारे में अपना विचार प्रकट करते हैं कि वन में मुनियों की सत्संगति मिलती है. കവി ലക്ഷ്മണിലൂടെ വനജീവിതത്തെക്കുറിച്ച് നമ്മളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. വനത്തിൽ മുനിമാരുമായി നല്ല കൂട്ടുകെട്ട് ലഭിക്കുന്നു. മുനിയോം കെ ഹർ റോജ് നയെ അനുഭവം ആഖ്യാൻ സുന്നേക്കോ മിൽത്താ ഹെ. മുനിമാരിൽ നിന്നും ദിവസേന നല്ല നല്ല ആ വാഖ്യാനങ്ങൾ കേൾക്കാനായി കഴിയുന്നു. ആശ്രമം കെ സപ്തോത്തെ ശുഭ സിദ്ധാന്ത് കാ വാക്യ പഠ്തേ ഹെ. ആശ്രമത്തിലുള്ള എല്ലാ തത്തകളും നല്ല രീതിയിലുള്ള ശുഭത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ് പഠിക്കുന്നത്. മുനി കന്യായെയും ശ്രീരാം കെ പുണ്യപരാക്രം കഹാനിയ ഗാത്തി ഹെ. മുനി കന്യമാരെല്ലാം ശ്രീരാമൻ്റെ പുണ്യപരാക്രമത്തിൻ്റെ കഥകളാണ് പാടുന്നത്. ശ്രീരാം കെ ഇസ് രാജ്യമേം തോ സബ് ജൻ സുഖ് സേ ജീത്തെ ഹെ. ശ്രീരാമൻ്റെ ഈ രാജ്യത്തിൽ എല്ലാവരും സുഖത്തോടുകൂടി ജീവിക്കുന്നു. യഹാം സിംഹ और മൃഗ് ഏക് ഹി ഘാട്ട് പർ പാനി പീത്തെ ഹെ. ഇവിടെ സിംഹവും മാനും എല്ലാം തന്നെ ഒരേ താഴ്വരയിൽ നിന്നുമാണ് വെള്ളം കുടിക്കുന്നത്. ഇതാണ് ഈ വരികളിലൂടെ പറയുന്നത്. പഞ്ചവടി ഖണ്ഡകാവ്യത്തിൻ്റെ വിശേഷതയാണ് ഈ വരികളിലൂടെ മൈഥിലി ശരൺ ഗുപ്ത് നമ്മൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.